Hi guys, this is Swati Sharath and welcome back to my channel. നിങ്ങൾ എന്തായാലും ഹെഡിങ് വായിച്ചിട്ടുണ്ടാവും നമ്മൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ്സ് നത്തിങ് ബട്ട് ഹൗ ടു ചൂസ് ദ റൈറ്റ് ഫൗണ്ടേഷൻ ഷെയ്ഡ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഐ നോ മെനി ഓഫ് us had or still have. നിങ്ങളൊരു ബിഗിനർ ആയാലും നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരാളായാൽ പോലും നമ്മളൊരു പുതിയ ബ്രാൻഡിൻ്റെ ഫൗണ്ടേഷൻ ഷെയ്ഡ് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ സ്കിൻ ടോണിന് പറ്റിയൊരു ഷെയ്ഡ് ചൂസ് ചെയ്യേണ്ട ഒരു ടാസ്ക് എന്ന് പറയുന്നത് തന്നെ വളരെ ടീഡിയസ് ആണ്. ഇറ്റ്സ് എ ബിറ്റ് കൺഫ്യൂസിങ് ആൻഡ് സംടൈംസ് വി ഈവൻ ഫെയിൽ ഇൻ ഇറ്റ്. സോ ഹിയർ ഐ ആം ടു ഹെൽപ്പ് യു ഗൈസ് ഔട്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു ബ്ലോഗ് പോസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ വെബ്സൈറ്റിൽ. ഇഫ് യു ഹാവ് നോട്ട് ചെക്ക്ഡ് ഇറ്റ് ഔട്ട് പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട് ബിക്കോസ് ഐ ഹാവ് റിട്ടൺ ഇൻ ഡീറ്റെയിൽ. ഞാൻ പക്ഷെ അത് എഴുതിയത് ഒരു മെയ് ഓർ ജൂൺ 2020 പക്ഷെ ആഫ്റ്റർ ദാറ്റ് ഐ കെയിം അക്രോസ് ഫ്യൂ തിങ്സ് which I was amazed about because ആ ഒരു സംഭവം കണ്ടേ പിന്നെ I feel the whole process of getting the right shade becomes so much simpler. അപ്പോൾ ഞാൻ വിചാരിച്ചു why not just make a video on this topic again so that you guys also get the benefit of knowing it and testing it out and getting your right foundation shade without any hectic process. Yeah, I think that's all about the intro. So without any further chit chat, let's jump into the video. അപ്പോൾ എന്ത് നമ്മൾ ഡിസൈഡ് ചെയ്യില്ലെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷൻ ബ്രാൻഡ് ഇല്ലെങ്കിൽ വേറെ എന്ത് നമ്മൾ ഡിസൈഡ് ചെയ്യില്ലെങ്കിൽ മുമ്പ് നമ്മൾ മെയിൻ തിങ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ദാറ്റ്സ് നോയിങ് യുവർ സ്കിൻ. അതിലൊരു കോംപ്രമൈസ് ഇല്ല. നിങ്ങൾ സ്കിൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ്ടാണ് നിങ്ങളൊരു ഫൗണ്ടേഷൻ പോയി വാങ്ങിക്കണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോണ ഹെൽപ്പ് യു ഔട്ട് ഇൻ എനി വേ. സോ പ്ലീസ് കൺസിഡർ ദിസ് പോയിന്റ് ടു ബി റിയലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ നോയിങ് യുവർ സ്കിൻ എന്ന് പറയുമ്പോൾ 4 മെയിൻ പോയിന്റ്സ് ആണ് അതിലുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിൻ ടോൺ, second is your undertone, third is your skin type and fourth is your skin concern. ഇനി ഫസ്റ്റ് പോയിന്റ് സ്കിൻ ടോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് അവർ ഔട്ടർ സ്കിൻ. അപ്പോൾ നമ്മുടെ ഈ കാണുമ്പോൾ നമ്മുടെ ഔട്ടർ സ്കിൻ കളർ എന്താണോ അതാണ് നമ്മുടെ ബേസിക്കലി സ്കിൻ ടോൺ. പക്ഷേ ഈ സ്കിൻ ടോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് കോൺസ്റ്റൻറ്റ്. ഇറ്റ് വേരീസ് അക്കോർഡിംഗ് ടു ഹൗ വി എക്സ്പോസ് ഇറ്റ് ടു ദ സൺ. നമ്മളിപ്പോൾ ഒരുപാട് വെയിലത്തൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ 1 or 2 ഷെയ്ഡ്സ് ഡാർക്കർ ആവാം. അതുപോലെ നമ്മൾ കുറേ നാൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1 or 2 ഷെയ്ഡ്സ് ലൈറ്റർ ആവാം. അപ്പോൾ ദാറ്റ് ജസ്റ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ്. ഹൗവെവർ നിങ്ങളുടെ കറൻറ്റ് സ്കിൻ ടോൺ വെച്ചിട്ടാണ് നിങ്ങളൊരു ഫൗണ്ടേഷൻ നിങ്ങൾ എപ്പോഴും വാങ്ങിക്കേണ്ടത്. ആൻഡ് ബിക്കോസ് ദാറ്റ്സ് വെൻ യു ആർ ഗോണ യൂസ് ഇറ്റ് കറക്റ്റ്. സോ ഓൾവേസ് ഗോ ഫോർ യുവർ കറൻറ്റ് സ്കിൻ ടോൺ. ഇനി കമ്മിങ് ബാക്ക് ടു ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് അണ്ടർ ടോൺ. ഇനി അണ്ടർ ടോൺ എന്ന് പറയുന്നത് നമ്മൾ കുറേ പേര് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഫൗണ്ടേഷൻ ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇഫ് യു ഡോണ്ട് നോ യുവർ അണ്ടർ ടോൺ ജസ്റ്റ് ഡോണ്ട് ബൈ എ ഫൗണ്ടേഷൻ വിത്തൗട്ട് നോയിങ് ഇറ്റ്. ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ ആസ് ദാറ്റ്. പൊതുവേ നമ്മൾ അണ്ടർ ടോൺസ് എന്ന് പറയുന്നത് 3 ടൈപ്സ് ആണ്. വൺ ഇസ് വാം അല്ലെങ്കിൽ യെല്ലോ അണ്ടർ ടോൺ, അതർ വൺ ഇസ് കൂൾ അല്ലെങ്കിൽ ബ്ലൂ അണ്ടർ ടോൺ ആൻഡ് ദ തേർഡ് വൺ ഇസ് ന്യൂട്രൽ അണ്ടർ ടോൺ. അപ്പോൾ ഈ അണ്ടർ ടോൺ ഫൈൻഡ് ചെയ്യാനുള്ള കുറേ മെത്തേഡ്സ് ഉണ്ട്. നമ്പർ ഓഫ് മെത്തേഡ്സ് ഉണ്ട്. ഞാനൊരു ലിസ്റ്റ് ഓഫ് മെത്തേഡ്സ് എൻ്റെ ബ്ലോഗ് പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ എല്ലാതും കവർ ചെയ്യില്ല. ഐ എം ജസ്റ്റ് ഗോണ ടെൽ യു 2 മെയിൻ മെത്തേഡ്സ് വിച്ച് വി ഫോളോ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെയിനിൻ്റെ കളർ ആണ് നമ്മൾ നോക്കി പറയുക നമ്മൾ അണ്ടർ ടോൺ എന്താണെന്ന്. സോ ഇഫ് ഇറ്റ്സ് ഗ്രീൻ ഇറ്റ് മീൻസ് യു ആർ മോർ ടുവേർഡ്സ് യെല്ലോ ആൻഡ് വാം അണ്ടർ ടോൺ. നമ്മളിപ്പോൾ കാണുമ്പോൾ നമുക്കതൊരു ബ്ലൂയിഷ് അല്ലെങ്കിൽ ഒരു വയലറ്റിഷ് കളറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ടുവേർഡ്സ് പിങ്ക് അല്ലെങ്കിൽ കൂൾ അണ്ടർ ടോൺസ്. ആൻഡ് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഡിഫറൻഷിയേറ്റ് അത് ഗ്രീൻ ആണോ ബ്ലൂ ആണോ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ലെങ്കിൽ it means you are like a neutral undertone. ഇതാണ് ഒരു one way of finding out the undertones. Second method എന്ന് പറയുന്നത് ഈ warm undertone people tan easily എന്ന് വെച്ചാൽ നമ്മൾ വെയിലത്ത് ഇറങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ കരിവാളിക്കും. അതിനാണ് നമ്മൾ ഈ warm undertones എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കൂളർ അണ്ടർടോൺസ് അവർ കറക്കില്ല, പക്ഷെ ദേ ബിക്കം മോർ ലൈക്ക് പിങ്ക്, ഇങ്ങനെ റോസ് കളറൊക്കെ ആവും. ചിലർ കണ്ടിട്ടില്ല, നല്ലോണം ഫെയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വെയിലത്തിറങ്ങും അവർ റോസ് കളറാണ് ആവുക. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് കൂടുതലും കൂൾ അണ്ടർടോൺസ് ആയിരിക്കും. ന്യൂട്രൽക്കാർ സ്ലൈറ്റ് ഡിഫറൻസ് അങ്ങനെ എന്തെങ്കിലും, അല്ലാതെ ഒരുപാട് ടാൻ ആവില്ല, അങ്ങനെ റെഡും ആവില്ല. അങ്ങനത്തെ ഒരു കാറ്റഗറിയിലാണ് അവർ നിൽക്കുക. സോ മൂവിങ് ഓൺ, നെക്സ്റ്റ് ഇസ് ദ സ്കിൻ ടൈപ്പ്. സ്കിൻ ടൈപ്പ് വളരെ കോമൺ ആണ്. നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയണ്ടാവും നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന്. അത് ഓയിലി ആണോ, ഡ്രൈ ആണോ, അല്ലെങ്കിൽ കോമ്പിനേഷൻ ആണോ, നോർമൽ ആണോ, അതൊക്കെ കുറച്ച് പേരാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ നോർമലും കോമ്പിനേഷൻ തമ്മിൽ വ്യത്യാസം എന്താണ്. സോ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ചീക്ക് പോർഷൻ ഡ്രൈയും
പിന്നെ ഈ ടീ സോണില്ലേ, നമ്മുടെ ഫോർഹെഡ്, നോസ് ആൻഡ് ചിൻ, ഇതാണ് നമ്മുടെ ടീ സോൺ. ഈ ടീ സോണ് കുറച്ച് ഓയിലി ആയിരിക്കും. അപ്പോൾ അതിനാണ് ഈ കോമ്പിനേഷൻ സ്കിൻ ടോൺ എന്ന് പറയുന്നത്. ബട്ട് യു ഹാവ് ടോട്ടലി വൺ ടൈപ്പ് ഓഫ് സ്കിൻ വിച്ച് ഇസ് നീദർ ഓയിലി നോർ ഡ്രൈ, ദെൻ യു ഹാവ് എ നോർമൽ സ്കിൻ ടോൺ. അപ്പോൾ ഇതാണ് മെയിൻ ഡിഫറൻസ് നോർമൽ ആൻഡ് കോമ്പിനേഷൻ സ്കിന്നിൻ്റെ. വൺസ് യു നോ യുവർ സ്കിൻ ടൈപ്പ്, ഇപ്പോൾ ഈ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള സ്കിൻ കൺസേൺസ് ആയിരിക്കും നെക്സ്റ്റ് പോയിന്റ്. യുവർ ഹൈപ്പർ പിഗ്മെന്റേഷൻ, ആക്നി ഇഷ്യൂസ്, പിമ്പിൾ ഇഷ്യൂസ്, ഓപ്പൺ പോസ് ഇഷ്യൂസ്, ഇതൊക്കെ സ്കിൻ കൺസേൺസിൽ വരുന്ന കാര്യങ്ങളാണ്. ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് യു ഹാവ് ടു ചൂസ് യുവർ ഫൗണ്ടേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സ്കിൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈച്ച് ഇൻഡിവിജ്വൽ സ്കിൻ ഇസ് ഡിഫറെൻറ്റ്. എൻ്റെ സ്കിൻ ആയിരിക്കില്ല നിങ്ങളുടെ സ്കിൻ. അപ്പോൾ നിങ്ങളുടെ സ്വന്തം സ്കിൻ നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് വേണം നിങ്ങൾ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാൻ പോകാൻ. Now let's get to the main topic, and that's about how to choose the right foundation shade. Now before choosing the right foundation shade, I would say please do a research. ഈ റിസർച്ച് എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാനൊരു ഫൗണ്ടേഷൻ ട്രൈ ചെയ്തു, ഇറ്റ് സൂട്ടഡ് മീ, ഞാൻ നിങ്ങൾക്കത് സജസ്റ്റ് ചെയ്യും. It's not necessary that it should suit you. So always do research before purchasing any foundation. ആര് റെക്കമെൻഡ് ചെയ്താലും ഫസ്റ്റ് റിസർച്ച് ചെയ്തിട്ട് വേണം നിങ്ങളത് ബൈ ചെയ്യാൻ. ഇനിയിപ്പോൾ ഈ റിസർച്ച് എന്ന് പറയുമ്പോൾ there are few factors which you need to consider. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ your budget. Of course it depends on your choice. നിങ്ങൾക്ക് ഡ്രഗ് സ്റ്റോർ വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈ എൻഡ് ബ്രാൻഡ് വേണോ, അത് നിങ്ങളുടെ അപ് ടു യുവർ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ബഡ്ജറ്റ് നിങ്ങൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം filter out few brands which comes under those budget. Okay, once you get those brands, നെക്സ്റ്റ് തിങ് ഇസ് യുവർ സ്കിൻ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സ്കിൻ അനുസരിച്ചിട്ടുള്ള സ്കിൻ കൺസേൺസ് അനുസരിച്ചിട്ടുള്ള ഫോർമുലേഷൻ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഈ ഫോർമുലേഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് തിങ് ഈസ് മീഡിയം ആണോ, അല്ലെങ്കിൽ ഫുൾ കവറേജ് ആണോ, ഷിയർ കവറേജ് ആണോ, അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് വേണോ, ഇല്ലെങ്കിൽ ഡ്യൂയി ഫിനിഷ് വേണോ. അപ്പോൾ ഈ കുറേ കാര്യങ്ങളാണ് ഈ ഫോർമുലേഷൻ കാറ്റഗറിയിൽ പെടുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഹാവിങ് എക്സ്ട്രീം ഡാർക്ക് സ്പോട്ട്സ് കുറേ ഉണ്ട്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും നിങ്ങളൊരു ഹൈ കവറേജ് ഫൗണ്ടേഷൻ ആയിരിക്കും നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക, ബിക്കോസ് യു വോണ്ട് ടു കവർ ദോസ് മാർക്സ്. അതുപോലെ തന്നെ ഇഫ് യു ആർ ഹാവിങ് റിയലി ഫ്ലോലെസ് സ്കിൻ, you can definitely go for sheer foundation because that would be much more natural on your skin. നിങ്ങൾ ഒരുപാട് മേക്കപ്പ് ഇടേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് മേക്കപ്പ് ഇട്ടിട്ട് അത് ഫ്ലോലെസ് ആയിട്ട് നിങ്ങൾക്ക് ഫ്ലോണ്ട് ചെയ്ത് നടക്കാം. അപ്പോൾ അതാണ് നിങ്ങളുടെ സ്കിൻ കൺസേൺ റിലേറ്റഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇഫ് യു ആർ ഹാവിങ് ആക്നി ഇഷ്യൂസ്, ട്രൈ ടു അവോയ്ഡ് ഹൈ കവറേജ് ഫൗണ്ടേഷൻസ്. ഹൈ കവറേജ് ഫൗണ്ടേഷൻസ് വാങ്ങിക്കാതെ നിങ്ങൾ കൺസീലർ വാങ്ങിച്ചിട്ട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറച്ച് ഹൈഡ് ചെയ്തിട്ട് നിങ്ങളൊരു മീഡിയം കവറേജ് ഫൗണ്ടേഷൻ ഇട്ടാൽ തന്നെ ഇറ്റ് വിൽ ലുക്ക് വെരി ഫ്ലോലെസ്. പക്ഷേ ഇൻ കേസ് ഇഫ് യു റിയലി വോണ്ട് ടു ഗോ ഫോർ ഹൈ കവറേജ് ഫൗണ്ടേഷൻ, then I would say just purchase something which is oil free and non-comedogenic. Non-comedogenic എന്ന് വെച്ചാൽ ഇറ്റ് വോണ്ട് ക്ലോഗ് യുവർ പോസ്. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നോൺ കൊമഡോജനിക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ള ഫോർമുലേഷൻ ഉണ്ട്. ആൻഡ് ദാറ്റ്സ് ലൈക്ക് ദ മാറ്റ് ഫിനിഷ് ആണോ, ഇല്ലെങ്കിൽ ഡ്യൂയി ഫിനിഷ് ആണോ, അതുപോലെ ലിക്വിഡ് ഫൗണ്ടേഷൻസ്, സ്റ്റിക്ക് ഫൗണ്ടേഷൻ, അങ്ങനെ എൻ നമ്പർ ഓഫ് കാറ്റഗറീസ് ഉണ്ട്. സോ ഇഫ് യു ആർ ഓയിലി സ്കിൻ പീപ്പിൾ, സ്റ്റേ അവേ ഫ്രം പ്രോഡക്ട്സ് or foundations that makes your skin more oily. അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ പീപ്പിൾ ഒരിക്കലും മാറ്റ് ഫൗണ്ടേഷൻസ് വാങ്ങിക്കരുത്, ബിക്കോസ് ദാറ്റ്സ് ഗോണ മേക്ക് യുവർ സ്കിൻ ലുക്ക് മോർ കേക്കി. അതുകൊണ്ട് ഓൾവേസ് ഗോ ഫോർ ഹൈഡ്രേറ്റിംഗ് ഓർ ഡ്യൂയി ഫൗണ്ടേഷൻസ്. കോമ്പിനേഷൻ ഓഫ് നോർമൽ സ്കിൻ പീപ്പിൾ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ കോമ്പിനേഷൻ സ്കിൻ ആൾക്കാർ, ഇറ്റ്സ് നോട്ട് നെസസറി ഫോർ യു ഗൈസ് ടു ഗോ ഫോർ മാറ്റ് ഫൗണ്ടേഷൻസ്. ഇഫ് യുവർ T-zone is what makes you oily, then you can just go for some loose powder and just mattify it. അല്ലാതെ നിങ്ങളൊരു മാറ്റ് ഫൗണ്ടേഷൻ ഓപ്റ്റ് ചെയ്യണമെന്നില്ല. എൻ്റെ ഓയിലി സ്കിൻ ആണ്, ബട്ട് വാട്ട് ഐ പ്രിഫർ ഇസ് I go for hydrating oil-free foundations and I use some loose powder to just mattify it. And last point is check your availability. For example, you are going for a high-end brand product, അതിൻ്റെ ഒരു സ്റ്റോർ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഇല്ല. ദിസ് ഇസ് മെയിൻലി ഫോർ പീപ്പിൾ ഹു ആർ പ്ലാനിങ് ടു പർച്ചേസ് ഇറ്റ് ഓഫ്ലൈൻ ആൻഡ് നോട്ട്
online. So just go for products which are available in your locality. But നിങ്ങൾക്ക് ഓൺലൈൻ ആണെന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ ഗോ ഫോർ നൈക്ക അല്ലെങ്കിൽ പേർപ്പിൾ. എല്ലാ സൈറ്റ്സിലും നൈക്കയിലൊക്കെ ഇപ്പോൾ എല്ലാ ബ്രാൻഡ്സും ഉണ്ട്, ഇല്ലാത്തൊരു ബ്രാൻഡ് പോലും ഇല്ല. ഫ്രം ഡ്രഗ് സ്റ്റോർ ടു ഹൈ എൻഡ് എവറിത്തിങ് ഈസ് ദെയർ ഇൻ നൈക്ക. സോ നൈക്ക ഈസ് വൺ സച്ച് പ്ലാറ്റ്ഫോം ഫ്രം വെയർ യു ക്യാൻ ഗെറ്റ് എനി ബ്രാൻഡ്. പക്ഷെ നിങ്ങൾ ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ബ്രാൻഡ് അവൈലബിൾ ആണോ ഇല്ലെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. Once you decide on the brand or the product which you want to buy, then the last and the final thing is the shade. ഇനിയിപ്പോൾ ഈ ഷെയ്ഡ് എന്ന് പറയുന്ന സംഭവം വളരെ ട്രിക്കിയാണ് ആക്ച്വലി. നമ്മൾ ഒരു ബ്രാൻഡിൻ്റെ ലീഫ്ലെറ്റ് വെച്ചൊരു ഷെയ്ഡ് നമ്മൾ ചൂസ് ചെയ്യണത് ചിലപ്പോൾ അതേ വേയിൽ നമ്മൾ മറ്റേത് ചൂസ് ചെയ്യുമ്പോൾ സെയിം ആവണമെന്നില്ല. അപ്പോൾ ടു അവോയ്ഡ് ഇറ്റ് നമുക്ക് ഇതിന് 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇസ് ഓഫ്ലൈൻ പർച്ചേസിങ് ആൻഡ് സെക്കൻഡ് ഇസ് ഓൺലൈൻ പർച്ചേസിങ്. നിങ്ങൾ ഓഫ്ലൈൻ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇൻ സ്റ്റോർ പോയിട്ടാണ് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ ടു ഡു. നിങ്ങൾ ആ സ്റ്റോറിൽ പോയി കഴിഞ്ഞിട്ട് യു ഹാവ് ടു ജസ്റ്റ് ഡു എ സ്വാച്ച് ഓർ എ ഷെയ്ഡ് ടെസ്റ്റ് ആൻഡ് യു ഹാവ് ടു സെലക്ട് യുവർ ഷെയ്ഡ് നമ്പർ. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. But the thing that most people do is they just do the shade test on their hand or back of your palm. This is something which is totally wrong. Always do it on your jawline, like to the neck. From here to the neck you have to apply the particular shade. If you have 2-3 shade choose ചെയ്തിട്ടുണ്ടെങ്കിൽ apply it one by one till your neck, okay, and then wait for 2 to 3 minutes so that it oxidizes. Most foundation oxidize. അപ്പോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഷെയ്ഡ് കളർ കുറച്ച് മാറും. സോ വെയിറ്റ് ഫോർ ഇറ്റ് ടു ഓക്സിഡൈസ് ആൻഡ് ദെൻ ജസ്റ്റ് ബ്ലെൻഡ് ഇറ്റ് ഡൗൺ. അപ്പോൾ ഈ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഏത് ഫൗണ്ടേഷൻ ആണോ ഫീൽസ് സീംലെസ് ഓൺ യുവർ സ്കിൻ, that's the right foundation for you. So always do the shade test on your jawline, including your neck. So this is all about if you're going to purchase it offline. Online is something which is quite tricky. So here is the simplest way to get your shade numbers, and trust me guys, your method you are gonna thank me later. I found a particular site which can just simplify your complete process. So what you need to do is first go to Google പോയിട്ട് നിങ്ങൾ foundation finder എന്ന് ടൈപ്പ് ചെയ്യുക. So you get a site name that's called the foundation.com. ആ സൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹോം പേജ് കിട്ടും. യു ഹാവ് ടു ഗോ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് ബട്ടൺ. ഗെറ്റ് സ്റ്റാർട്ടഡിൽ പോയി കഴിഞ്ഞാൽ ദേ വിൽ ആസ്ക് യു ഫ്യൂ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ബ്രാൻഡാണ് നിങ്ങൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. വാട്ട് യു നീഡ് ടു ഡു ഇസ് ജസ്റ്റ് ഗിവ് ദാറ്റ് പെർട്ടിക്കുലർ ബ്രാൻഡ്സ് നെയിം. ഫോർ എക്സാമ്പിൾ ഐ എം ഗിവിംഗ് ഹിയർ മേബ്ലിൻ്റെ ഷെയ്ഡ് നമ്പർ എനിക്കറിയാം. അപ്പോൾ ഞാൻ ബ്രാൻഡ് മേബ്ലിൻ കൊടുക്കുകയാണ്. ഇനി അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫിറ്റ്മി ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ മെൻഷൻ ചെയ്തു. അത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് പോർഷനിൽ എൻ്റെ ഷെയ്ഡ് നമ്പറാണ് അവർ ചോദിക്കുന്നത്. സോ ഐ ആം വോം ന്യൂഡ്. അപ്പം ഞാൻ ആ വോം ന്യൂഡ് സെലക്ട് ചെയ്തിട്ട് ഞാൻ കൊടുത്തു. സോ നൗ ദർ വുഡ് ബി എ പോപ്പ് ലൈക്ക് ഇഫ് യു ലൈക്ക് ടു ഗിവ് 1 more ഷെയ്ഡ് അല്ലെങ്കിൽ 1 more ബ്രാൻഡ് ഷെയ്ഡ് നമ്പർ. അപ്പോൾ കുറച്ചും കൂടി ഫിൽട്ടർ ഔട്ട് ചെയ്യാനാണ് അവർ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് സിംപ്ലി സ്കിപ്പ് ദാറ്റ് ആൻഡ് ജസ്റ്റ് ഗിവ് like just find my matches anyway. And if you see here, almost all famous brands like Clinique, MAC, Revlon, NYX, Milani, Revolution, എല്ലാ ഹൈ എൻഡ് ബ്രാൻഡ്സ്, ഡ്രഗ് സ്റ്റോർ ബ്രാൻഡ്, മിസ് ക്ലെയർ വരെ ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാ ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ആൻഡ് നിങ്ങളുടെ ഷെയ്ഡിന് പെർഫെക്റ്റ് മാച്ച് ആയിട്ടുള്ള കറസ്പോണ്ടിങ് ആ ബ്രാൻഡിൻ്റെ ഷെയ്ഡ് നമ്പേഴ്സാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് വേ ഇൻ വിച്ച് യു ക്യാൻ ജസ്റ്റ് ഫൈൻഡ് യുവർ ഫൗണ്ടേഷൻ ഷെയ്ഡ്. നൗ if you're a beginner, okay, you would feel like, oh, in day like the foundation illa, I don't know any foundation shade. So here is a tip. What you need to do is just go to some particular store which is nearby you. അപ്പോൾ മേബ്ലിൻ ആണെങ്കിൽ ഈ ലോറിയൽ ആണെങ്കിൽ നിങ്ങൾ പോയിട്ട് അവിടെ ഈ ഫസ്റ്റ് പറഞ്ഞ പോലെ നിങ്ങൾ ഷെയ്ഡ് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഷെയ്ഡ് നമ്പർ എന്താണോ കറക്റ്റ് അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. അത് വെച്ചിട്ട് നിങ്ങൾ ഈ സൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ ആണോ വേണ്ടത് അത് നിങ്ങൾ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സോ ദിസ് ഇസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഐ ഡോണ്ട് തിങ്ക് എനിത്തിങ് ക്യാൻ ബി മച്ച് സിംപ്ലർ ദാൻ ദിസ്. സോ ജസ്റ്റ് ട്രൈ ദിസ് മെത്തേഡ് ആൻഡ് ലെറ്റ് മീ നോ ഹൗ ഇറ്റ് ഹെൽപ്പ് യു ഔട്ട്.
ഇത് ഒരു മെത്തേഡാണ്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രാൻഡ്, ഇപ്പം നിങ്ങൾ ചൂസ് ചെയ്ത ബ്രാൻഡ് ഈ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ വാട്ട് യു നീഡ് ടു ഡു ഇസ്, ഞാനൊരു എക്സാമ്പിൾ എടുക്കുന്ന കെ ബ്യൂട്ടീൻ്റെ ആണ്. നിങ്ങൾ നൈക്കയിൽ പോയിട്ട് സിംപ്ലി ടൈപ്പ് കെ ബ്യൂട്ടി ഫൗണ്ടേഷൻ, യു വിൽ ഗെറ്റ് ദാറ്റ് പർട്ടിക്കുലർ പേജ്. ആ പേജിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫോട്ടോസ് കൊടുത്തിട്ടില്ലേ, അത് നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് ഷെയ്ഡ്സ് കാണും. ദാറ്റ് ഇസ് ലൈറ്റ്, മീഡിയം, അതുപോലെ ഡീപ്പ്, ടാൻ. ഇത് ഓരോ സ്കിൻ ടോണിനനുസരിച്ചിട്ടുള്ള കുറേ ഷെയ്ഡ്സ് ആണ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നൗ ഇഫ് യു ഗോ ടു എ പെർട്ടിക്കുലർ ഷെയ്ഡ് നമ്പർ, ആ ഷെയ്ഡിൽ നിങ്ങൾക്ക് കാണാം ദാറ്റ് ദിസ് 120 is the shade number, and അത് കഴിഞ്ഞിട്ട് ഒരു വൈ എന്ന് പറഞ്ഞൊരു സിമ്പിൾ അവർ കൊടുത്തിട്ടുണ്ട്. വൈ ഈസ് നത്തിങ് ബട്ട് ദേ ആർ മെൻഷനിങ് ദ അണ്ടർടോൺ. വൈ ആണെങ്കിൽ ഇറ്റ്സ് യെല്ലോ അണ്ടർടോൺ, P ആണെങ്കിൽ ഇറ്റ്സ് പിങ്ക് അണ്ടർടോൺ, N ആണെങ്കിൽ ഇറ്റ്സ് ന്യൂട്രൽ അണ്ടർടോൺ. സോ ദിസ് ഇസ് വാട്ട് ഇസ് മെൻഷൻ ഇൻ ദ ഷെയ്ഡ് നെയിംസ്. അപ്പോൾ ദേ ആർ ഈവൻ മെൻഷനിങ് ദ അണ്ടർടോൺസ് ആൻഡ് ദാറ്റ്സ് സംതിങ് അമേസിങ്. അപ്പോൾ നിങ്ങൾ അണ്ടർടോൺ അറിയാം, നിങ്ങൾക്ക് യെല്ലോ ആണെങ്കിൽ ഗോ ഫോർ ജസ്റ്റ് വൈസ് ആൻഡ് ജസ്റ്റ് ചൂസ് യുവർ സ്കിൻ ടോൺ. മീഡിയം ആണോ, ഡീപ്പ് ആണോ, ടാൻ ആണോ, അങ്ങനെ നിങ്ങൾ ജസ്റ്റ് അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഫൗണ്ടേഷൻ ഷെയ്ഡ്. സിമിലർലി എല്ലാ ബ്രാൻഡ്സിനും ഇതുപോലെ ഒരു ചാർട്ട് ഉണ്ടാവും വേർ ദേ മെൻഷൻ ദ അണ്ടർടോൺസ്, അതുപോലെ ഏത് സ്കിൻ ടോൺ ആണ് വേണ്ടത്. ഇപ്പം മേബ്ലിൻ്റെ നിങ്ങൾ ഈ ചാർട്ട് നോക്കുകയാണെങ്കിൽ തന്നെ സി ഇഫ് യു ഹാവ് കൂൾ ഹിയർ, യു ഹാവ് വാം ഹിയർ, അതുപോലെ ഡിഫറെൻറ്റ് സ്കിൻ ടോൺസ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മാച്ചായിട്ട് നിങ്ങളുടെ സ്കിൻ കളറായിട്ട് മാച്ചായി തോന്നുന്ന ഏതാണ് ഫൗണ്ടേഷൻ അത് ചൂസ് ചെയ്യാം. സോ ദ പ്രോസസ് ഇസ് ആക്ച്വലി വെരി സിമ്പിൾ. ഓഫ് കോഴ്സ് ഇറ്റ് മൈറ്റ് ടേക്ക് സം ടൈം ഫോർ യു ടു excel in it, and of course you have now a simpler way to do it. അതല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി ഇങ്ങനത്തെ കുറച്ച് മെത്തേഡ്സ് വെച്ചിട്ടും നിങ്ങൾക്ക് സിംപിളി നിങ്ങളുടെ ഫൗണ്ടേഷൻ ഷെയ്ഡ് ഫൈൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വിത്ത് ദാറ്റ് വി കം ടു ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് റിയലി ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സോ yeah, thank you so much for watching. If you like this video, give it a thumbs up and subscribe to my channel. Also hit that bell icon so that you get notified whenever I upload a video. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി ടു ആൻസർ ഓൾ ഓഫ് ദാറ്റ്. ആൻഡ് yeah, that's all for today. Thank you so much for watching. See you guys next week with a very new video. Till then, bye bye.